ഇന്റലക്ച്വൽ പാർട്ട്. ആ ഇന്റലക്ച്വൽ പാർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയാണ്, ഭാഷാ നൈപുണ്യം. എന്താ ഭാഷാ നൈപുണ്യം? നന്നായിട്ട് ഭാഷ പഠിക്കുക. അതാ ഞാൻ നേരത്തെ ഭാഷ വെച്ച് തുടങ്ങിയത്. ഈ ഭാഷ എന്ന് പറയുന്നത് പഠിപ്പിക്കേണ്ട, ടീച്ചേഴ്സ് ക്ഷമിക്കണം കേട്ടോ, പഠിപ്പിക്കേണ്ട രീതിയിലല്ല നമ്മൾ പഠിക്കുന്നത്. ഭാഷ പഠിക്കേണ്ട രീതി ഏതാ? ഒന്ന് ഇന്ററാക്റ്റീവ് ആവോടോ, ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകണ്ടല്ലോ. LSRW, അതാണ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റിക്ക് വേണ്ട സ്കില്ല്. LSRW എന്താ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ മെത്തേഡിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചു നോക്ക്, പെട്ടെന്ന് ഇംഗ്ലീഷ് നമുക്ക് വഴങ്ങും. ആദ്യം ലിസണിങ്, ഒരുപാട് കേൾക്കണം. കേട്ട് കേട്ട് അതിന്റെ ഒരു അഡിക്ഷൻ വരാണ്ട് നമുക്ക്. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പീക്കിംഗ് അറിയാതെ നമ്മൾ പറഞ്ഞു. പിന്നെയാണ് റീഡിംഗ്, വായന മൂന്നാമത്തതാണ്. റൈറ്റിംഗ് ലാസ്റ്റ് ആണ്. ഇതാണ് അതിന്റെ പാറ്റേൺ. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇതാണ് നോം ചോംസ്കി പറയുന്നത്. നോം ചോംസ്കിയാണ് ഇപ്പൊ ഏറ്റവും വലിയ ഭാഷാശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറയുന്നത്, ക്ഷമിക്കണം കേട്ടോ എന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഒരിക്കലും ഗ്രാമർ പഠിക്കരുതെന്നാണ്. ഭാഷ പഠിക്കുന്നതിന് മുമ്പേ ഗ്രാമർ പഠിക്കരുത്. എന്താ ഭാഷ പഠിച്ചാലുള്ള പ്രശ്നം? ഇപ്പൊ എവിടെ ഇരിക്കുന്ന ഉസ്താദുമാര് ഇന്ന വാഹവാത്തുഹ കാന വാഹവാത്തുഹ മെനക്കെട്ട് നമ്മൾ പഠിച്ചതാണ്. കാന സ്വറ അസ്ബഹ അംസ അൽഹ അല്ല ബാത്ത മസാര മബരിഹ മംഫക മദ മലൈസ. ഈ സാധനം വെച്ചിട്ട് ഇന്നേ വരെ ഒരു സാധനം ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്താ ഉസ്താദിന് ഓർമ്മയുണ്ടോ? ഇല്ല.